നമസ്കാരം. ഞാൻ അവളോടൊപ്പം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ നിരന്തരം കേട്ടിട്ടുണ്ട്. പക്ഷെ അതേ ആൾക്കാരൊന്നും ഞാൻ അവനോടൊപ്പം എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ കേൾക്കാറില്ല. എന്നാൽ കേരള സമൂഹത്തിൽ ചെറിയൊരു മാറ്റം വരുന്നത് ഒരു സൂചന പോലെ തോന്നുന്നു. അതായത് ഒരു മരണം നടന്ന് മരിച്ചുപോയ നമ്മുടെ എല്ലാം ഓർമ്മയിൽ വലിയ ദുഃഖത്തോടെ നിൽക്കുന്ന ദീപക്, അദ്ദേഹത്തിന് വേണ്ടി നമ്മളുടെ പ്രഖ്യാപിത സാംസ്കാരിക പ്രവർത്തകരാരും വരുന്നില്ലെങ്കിലും സമൂഹത്തിൽ നിരവധി ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ഞാൻ അവനോടൊപ്പം എന്നാണ് പറയുന്നത്. ശരിയാണ്, അവനോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഹാഷ്ടാഗുകളൊന്നും വരുന്നില്ല എങ്കിൽ പോലും കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ നോക്കിയപ്പോൾ കുറേ പുരുഷന്മാരടക്കം സ്ത്രീകളടക്കം കുറേ ആളുകൾ അവനോടൊപ്പമാണ്, അവൻ്റെ കുടുംബത്തോടൊപ്പമാണ്, അവൻ്റെ വേദനയോടൊപ്പമാണ്. അതോടൊപ്പം അവർ പറയുന്നത് ഈ പർട്ടിക്കുലർ വിഷയത്തിലെ സ്ത്രീ അവരെ വെറുതെ വിടരുത്, അവർക്കെതിരെ കേസ് എടുക്കണം. ഇനി ഒരാൾക്കും, ഒരു പുരുഷനായാലും ഒരു സ്ത്രീക്കായാലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഇപ്പോൾ അവർക്കെതിരെ പ്രേരണാ കുറ്റമൊക്കെ ചുമത്തിയിട്ടുണ്ട്. ആ സ്ത്രീ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ മുക്കി ഒളിവിലാണ്. അതിന് കുടുംബം ഏതറ്റം വരെയും പോകും. കാരണം അവർക്കിനി ഒന്നും തിരിഞ്ഞു പിന്നെ നോക്കാനില്ല. ഏക മകനാണ് നഷ്ടപ്പെട്ടത്. ഇയാൾ ഡിവോഴ്സ്ഡ് ആണ്, ഈ ദീപക്. അതിൻ്റെ ഒരു മനോവിഷമത്തിൽ നിന്ന് മുക്തനായി വരുന്ന സമയത്താണ് വീണ്ടും ഇത്തരം ഒരു പ്രശ്നം, അപമാനമൊക്കെ നേരിടേണ്ടി വന്നത്. അപ്പോൾ അതിൽ മനംനൊന്താണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും വളരെ പ്രായമുള്ളവരാണ്. അപ്പോൾ അവർക്കിനി മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. അവർ ഏതറ്റം വരെയും ഈ വിഷയത്തിൽ പോകുമെന്നുള്ളതാണ്. ഞാൻ നോക്കിയപ്പോൾ ഈ പോസ്റ്റ് ഇടുന്നത് വരെ ഇവളുടെ റീച്ച് എന്ന് പറയുന്നത് 9250. ഈ പ്രശ്നം വന്ന് ഇവളാ വീഡിയോ ഡിലീറ്റ് ആക്കിയതിനു ശേഷം ഇവളുടെ റീച്ച് എന്ന് പറയുന്നത് ഏകദേശം 12,000. അപ്പൊ ആളുകൾ ഇവിടെ കയറി കാണാനായിട്ട് എന്ത് ആരാധിക്കാനാണ് ഇവിടെ കയറി കാണുന്നത്? ഇവളൊരു കൊലയാളിയാണ്. ഞാൻ പറയുന്നത് ആത്മഹത്യ പ്രേരണയല്ല, കൊലക്കുറ്റത്തിനൊക്കെ എതിരെ കേസെടുക്കണം. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ, സാധാരണ ഇത്തരം സംഭവങ്ങളുടെ ഭാഗത്ത് വാദി സ്ഥാനത്ത് അതിജീവിത അല്ലെങ്കിൽ ലേഡി വരുന്ന സമയത്ത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഗവൺമെന്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രസ്താവനകൾ നടത്തുക, പത്രങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുക, ഇതെല്ലാം കാണാറുണ്ട്. പക്ഷേ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു നിയമം ഉള്ള ഒരു സംസ്ഥാനം എന്ന രീതിയിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന അതേ ആർജവത്തോടുകൂടി പുരുഷന്മാർക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒന്നും സംസാരിച്ച് കേട്ടില്ലല്ലോ. ഇല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു നേതാവ് ശ്രീധരൻ പിള്ള, BJPയുടെ നേതാവ്, അദ്ദേഹം മാത്രമാണ് അവൾക്കെതിരെ കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുള്ളത്. മറ്റാരും വന്നതായിട്ട് സ്ത്രീ സുരക്ഷ, വനിതാ മതിലൊക്കെ കിട്ടുന്ന സർക്കാരുകൾ വനിതകൾക്കൊപ്പം നിൽക്കുള്ളൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്നത് പോലെ ഇവിടെ അതിജീവിതനാണ് ദീപക്. ദീപകിന്റെ ഫോട്ടോ പോലും പുറത്തു വിടാൻ പാടില്ല, അയാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും. കാരണം അപമാനിതനായി മരണപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ പുറത്തുവിട്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ, അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇവളെ ഫോട്ടോ കാണിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം ഇവൾ കൊലയാളിയാണ്. കൊലയാളിയുടെ മുഖം എപ്പോഴും പരസ്യമാക്കണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ന്യായീകരിക്കാൻ കുറെ എണ്ണം വരുന്നതുണ്ട്. കുറെ ഇവളുടെ അതേ സ്റ്റൈലിലുള്ള കുറെ എണ്ണം ന്യായീകരണവുമായി വരും. ഞാൻ ആ വീഡിയോ കണ്ടു, അയാൾ അവളുടെ ബ്രസ്റ്റിൽ സ്പർശിക്കുന്നതായിട്ട് എനിക്കത് കാണാൻ കഴിഞ്ഞു, അവളെ കുറ്റപ്പെടുത്തേണ്ട ആരും, അവളെ ഇയാൾ ലൈംഗിക ചുവയോടെ നോക്കിയതാണ്, ലൈംഗിക ചുവയോടെ സ്പർശിച്ചതാണ് എന്നൊക്കെ പറഞ്ഞെത്തുന്ന കുറെ പിന്നെ ഈ ദുഷിച്ച ചിന്താഗതിയുമായി നടക്കുന്ന കുറെ ഉണ്ട്. അതായത് ഒരാളെ ചത്താലും കുഴപ്പമില്ല, അയാളുടെ കുടുംബാംഗങ്ങൾ അനാഥരായാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന മറ്റേ മഹാസംഭവമാണെന്ന് പറഞ്ഞു വരുന്ന കുറെ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ പറയാൻ പറ്റും ഇതിനെയൊക്കെ. കുറെ ഐറ്റംസ് ഉണ്ട്. കാരണം ഒരാളുടെ വേദന പോലും മനസ്സിലാക്കാൻ കഴിയാതെ, ഇപ്പോൾ ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ എന്തിനാ മരിക്കുന്നതെന്ന് ചോദിക്കുന്ന കുറെ ആളുകളുണ്ട്. അത് അപമാനം സഹിച്ചവർക്ക് അത് അറിയാൻ കഴിയും, എന്തിനാ മരിക്കുന്നതെന്ന്. കാരണം ഇത്രയും നാള് മികച്ച ഒരാളായി, അല്ലെങ്കിൽ സമൂഹത്തിലും വീട്ടിലുമൊക്കെ നല്ലൊരു മുഖത്തോട് നടന്നിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം അയാൾ അപമാനിതനാകുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് സമൂഹം എന്നെ വിധി എഴുതുന്നത് കണ്ടോണ്ട് കേട്ടോണ്ട് നിൽക്കാൻ അയാൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അയാൾ അത് ചെയ്തത് എന്നുള്ളതാണ്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ എണ്ണത്തിനോട് നമ്മൾ എന്ത് പറയാനാണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ നിയമം അല്ലെങ്കിൽ പോലീസ് എപ്പോഴും ഒരു സ്ത്രീപക്ഷപാത നിലപാടാണ് കാണിക്കുന്നത്. ആ നിലപാടിൽ മാറ്റം വരുത്തണ്ടേ? നമ്മൾക്ക് എല്ലാവർക്കും തുല്യതയുള്ള ഒരു ലോകത്ത് സ്ത്രീ കുറ്റം ചെയ്താൽ അതത്ര വലിയ കുറ്റമല്ല, പുരുഷൻ കുറ്റത്തിന്റെ അടുത്തേക്ക് പോയാൽ മഹാ അപരാധമാണ് എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. പല കേസുകളും വന്നു കഴിയുമ്പോൾ അതിനുശേഷം വരുന്നത് സ്ത്രീയാണോ പുരുഷനാണോ പ്രതിവാദി എന്ന് നോക്കിയിട്ടുള്ള കമന്റുകൾ നമ്മൾ കാണാറുണ്ടല്ലോ. ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്ന അമിത നിയമത്തിന്റെ പരിരക്ഷ
അത് ദുരുപയോഗം ചെയ്യുക കൂടെയല്ലേ ഇത്തരം ഈ വീഡിയോ പിടുത്തക്കാർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ രാഹുൽ ഈശ്വറിനെയൊക്കെ നമ്മൾ ഇതിൽ അഭിനന്ദിക്കണം. കാരണം രാഹുൽ ഈശ്വറൊക്കെ നിരന്തരം ഈ മെൻസ് അസോസിയേഷന് വേണ്ടിയൊക്കെ, മെൻസ് അസോസിയേഷൻ വേണം. കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ അച്ഛന്മാരും അമ്മമാരും ആങ്ങളമാരും ഭർത്താക്കന്മാരും ഒക്കെ ഉള്ളതാണ്. നാളെ അവർക്ക് സംഭവിക്കാം. അവർക്കൊരു കാര്യം വരുമ്പോൾ ആരാണ് നിൽക്കാനുള്ളത്? ഒരു മെൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ഉണ്ടാകണം. വനിതാ കമ്മീഷൻ പോലെ തന്നെ ഒരു പുരുഷ കമ്മീഷൻ ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ രാഹുൽ ഈശ്വർ അടക്കമുള്ളവരെ നമ്മൾ ഈ കാര്യത്തിലൊക്കെ അപഹസിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്, വല്ലാത്ത രീതിയിലൊക്കെ അവരെ മോശപ്പെടുത്തി പലരും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഒരു പ്രയത്നം ഇത്തരം ചില കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്നുള്ളത് സമൂഹം ഇനിയെങ്കിലും ബോധ്യമാകേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ ചോദിച്ചത് നിയമം ഇപ്പോൾ ഞാനൊക്കെ ഇപ്പം നമ്മൾ സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. നാളെ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ നമ്മളൊന്നും വീഡിയോ പിടിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചിന്താഗതി പോലും ഇല്ല. അടുത്തിരിക്കുന്ന ഒരാൾ നമ്മളെ കയറി കടന്നു പിടിച്ചു, നമ്മുടെ കയ്യിൽ ഒരു മൊബൈലുണ്ട്, അയാൾ തൊട്ടടുത്ത നിമിഷം പറയുന്നത് ഞാൻ അവളെ പിടിച്ചില്ല, ഇവള് റീച്ച് കിട്ടാൻ വേണ്ടി ഇവിടെ കയ്യിരുന്ന മൊബൈൽ വെച്ച് ഇവള് വീഡിയോ എടുത്തു. ഇതല്ലേ നമുക്ക് ആ സമയത്ത് എല്ലാവരും കൂടെ തിരിയുന്നത് നമ്മുടെ നേർക്കായിരിക്കും. നമുക്കപ്പം മറുപടിയില്ല. കാരണം നമുക്ക് മുന്നിലുള്ള ഒരുത്തി ചെയ്തു വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് എന്താണ് അവിടെ പറയാൻ കഴിയുക? നീ അവനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലാനാണോ ഈ നോക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവുണ്ടോ? ഇല്ല. 4 റീച്ചിന് വേണ്ടിയിട്ട് നമുക്ക് അധ്വാനിച്ച് ജീവിക്കാം അല്ലേ? ഏതെങ്കിലും പറമ്പിൽ ചെന്ന് 4 കുഴിയെടുത്താലും ജീവിക്കാം. പണ്ടുള്ളവർ പറയും പോലെ അധ്വാനിച്ച് ജീവിക്കാം. 4 കുഴിയെടുത്താലും 2 മരിച്ചിനിക്കുമ്പ് വെച്ചാലും ജീവിക്കാം. അധ്വാനിച്ച് ജീവിക്കാനുള്ള മടി കൊണ്ട് ഈ ഒരു ട്രെൻഡാണ് ഇപ്പോൾ. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ രാവിലെ എണീച്ച് ഹസ്ബൻഡിന് ചോറ് കെട്ടുന്നത്, മകനെ സ്കൂളിൽ അയക്കുന്നത്, അല്ലെങ്കിൽ തുണി ഇടുന്നത്, ഒരുങ്ങുന്നത്, പോകുന്നത്, ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ച് വരുമാനം ഉണ്ടാക്കും. ഇവർക്ക് ഒരു ദിവസം കണ്ണടച്ച് തുറക്കുമ്പോൾ കാറായി, വീടായി, അതായത് വല്ല ചെറ്റക്കുടിയിൽ കിടന്നവര് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇവരൊക്കെ വലിയ കോടീശ്വരും പണക്കാരുമാകുന്നു. അപ്പൊ പണത്തിന്റെ വലിയൊരു കുത്തൊഴുക്ക്, അവർക്ക് പരസ്യങ്ങൾ കിട്ടുന്നു, കൊളാബ് കിട്ടുന്നു. അങ്ങനെ കുറച്ച് റീച്ച് ആയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ, പണം ഇവരെ തേടിയെത്തുന്നു. ഇതാണ് പല ആളുകളെ ഇപ്പൊ ഇതിലേക്ക്, ഈ സോഷ്യൽ മീഡിയയിൽ 4 റീച്ച് കിട്ടിയാൽ പണം കിട്ടും, ഫോളോവേഴ്സ് കിട്ടിയാൽ പണം കിട്ടും, കാഴ്ചക്കാർ എന്ത് ഇട്ടുകൊടുത്താലും കാണാനിരിക്കുന്ന കുറെ ആളുകളുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് ഇപ്പൊ ഒരു വീടിനകത്തിരുന്ന് 4 തെറി വിളിച്ചാൽ റീച്ചാണ്. അപ്പുറത്തൂടെ പോണ ഇപ്പോൾ ഒരു സ്ത്രീ അവരെ തെറി വിളിച്ചാൽ ഇവിടെ 4 റീച്ച് കിട്ടും. നമ്മൾ ചിലപ്പോൾ ഒരു വാർത്ത ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റീച്ച്, അല്ലെങ്കിൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് ഈ മോശപ്പെട്ട കാര്യത്തിന് കിട്ടുന്നുണ്ട്. സമൂഹവും ഈ രീതിയിൽ മാറിയിട്ടുണ്ട്, മോശപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മോശപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം പണ്ട് നമ്മളെയൊക്കെ വീട്ടില് ഇപ്പൊ ഗർഭം വീട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അതായത് ഗർഭിണി എന്ന് പറയുന്ന അപ്പത്തുതൽ ഈ പിന്നെ എന്താ പ്രഗ്നൻസി റിവീൽ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് വരെ ഉണ്ട് ഇപ്പോ. ഇത് 1-ാം മാസം മുതൽ കൊച്ചിന്റെ 28, പിന്നെ കൊച്ചിന് ആദ്യത്തെ മാസം ആഹാരം കൊടുക്കുന്ന ഗർഭം വരെ ഷൂട്ട് ചെയ്ത് ഇറക്കി പണം ഉണ്ടാക്കിയ യൂട്യൂബേഴ്സ്. മലയാളത്തിലെ ഒരു പ്രമുഖ നടി അങ്ങനെ ചെയ്തതാണ്, ഒരു ഡാഷ് മേനോൻ എന്നാണ് അവര് ഒരു BJPയുടെ ഒരു നേതാവിന്റെ മകള് അടക്കം ഇത്തരം ഗർഭം വിറ്റ് ജീവിക്കുന്നവരുണ്ട്. വീട്ടിലെ കാര്യം അങ്ങനെ പല അതായത് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ, ഒരു യൂട്യൂബോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കോ ഒരു ഇൻസ്റ്റയോ ഉണ്ടെങ്കിൽ എന്തും വിളിച്ചു പറഞ്ഞ് നമുക്ക് പണം ഉണ്ടാക്കാം എന്ന തരത്തിലേക്ക് ആളുകൾ മാറിക്കഴിഞ്ഞു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ദീപക് എന്ന്. ഇന്നലെ ഞാൻ അങ്ങനെ ആകണം ദീപക് എന്നേ, പക്ഷെ ഞാൻ ഇന്ന് തിരുത്തി. ഒരിക്കലും അതിന്റെ ഏറ്റവും അവസാനത്തെ ആളല്ല ദീപക്. ഇനിയും ഒരുപാട് ദീപക്കുമാരുണ്ടാകാം. ഇതുപോലത്തെ പിശാചുക്കളായ സ്ത്രീകൾ ഇനിയും ഒരുപാട് പേരുണ്ടാകാം. പക്ഷെ ഇതിനൊരു കടിഞ്ഞാൻ വേണം. നിയമമാണ് നിർമ്മിക്കേണ്ടത്. അതായത് അതിശക്തമായ നിയമം കൊണ്ടുവരണം. ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്ന സ്ത്രീകൾ അവരുടെ ഉദ്ദേശശുദ്ധി നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. നിയമത്തിൽ തുല്യത എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ജനാധിപത്യവും മനുഷ്യാവകാശവും പറയാൻ മാത്രം കൊള്ളാം. പക്ഷേ നിയമത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്ത്രീക്ക് പ്രത്യേക നിയമം, പുരുഷന് പ്രത്യേക നിയമം. ഇവിടെ മതപരമായി വേർതിരിവുള്ള നിയമങ്ങളുണ്ട്. അതേപോലെ തന്നെ ജെൻഡർ വൈസിൽ വേറെ നിയമങ്ങൾ. ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു മോഡേൺ സൊസൈറ്റിയിൽ നിയമം എല്ലാവരും തുല്യരായിട്ട് കാണുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മൾ പട്ടികജാതി പട്ടികവർഗ നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ആ വിഭാഗത്തിന് ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നില്ല. ജാതിയോ മതമോ ഇല്ലാതെ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. എങ്കിലും അതും പറഞ്ഞുകൊണ്ട് അതിനെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നതുപോലെ ഒരു ദുരുപയോഗമാണ് നടത്തുന്നത്. ഇത്തരം നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയമായില്ലേ? തീർച്ചയായിട്ടും ഇത്തരം നിയമങ്ങൾ പൊളിച്ചെഴുതണം.
സ്ത്രീക്ക് പരിഗണനകൾ വേണം, സ്ത്രീ പുരുഷനെക്കാളിലും മുന്നിലാണെന്നൊക്കെയാണ് പലരും കിടന്ന് ഘോരം വിളിക്കുന്നത്, പ്രസംഗിക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, പിന്നെ എന്തിനാണ് അവർക്ക് പരിഗണന? പക്ഷെ ഇവിടെ മത്സരം പുരുഷനെക്കാളിലും മുകളിലാണ് ഞാനെന്ന് കാണിക്കാനുള്ള ഒരു വല്ലാത്തൊരു പ്രശ്നം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. തുല്യരായിട്ട് പോകണമെന്നല്ല, ഞാൻ അവനെക്കാളിലും മുകളിലാണ് എന്ന് കാണിക്കാനുള്ള ചില ആക്ടിവിസ്റ്റ്, ഫെമിനിസ്റ്റ്, സ്ത്രീപക്ഷവാദികൾ എന്നൊക്കെ പറഞ്ഞ കുറെ ഇറങ്ങുന്നുണ്ട്. ഇവർക്കൊന്നും അച്ഛനമ്മമാരുടെ കണ്ണുനീര് കാണാനുള്ള അത് കാണണമെങ്കിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടാകണം എന്ന് പറയും. അങ്ങനെ അല്ലാത്തതിനോടൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ വീട്ടിൽ ഇരിക്കുന്നവരെ ഞാൻ വിളിക്കുന്നില്ല, കാരണം ആ പാവങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. അതുകൊണ്ട് അവരെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവർക്കെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റമല്ല, കൊലക്കുറ്റം തന്നെ ചുമത്തണമെന്നാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.